അടിമുടി ദുരൂഹത തുടരുകയാണ് ഹരിയാനയിൽ IPS ഉദ്യോഗസ്ഥൻ IG പുരൺകുമാറിന്റെ ആത്മഹത്യയിൽ. സംഭവത്തിൽ ഉന്നത ഉദ്യോഗസ്ഥർക്കടക്കമെതിരെ അച്ചടക്ക നടപടിക്ക് ഒരുങ്ങുന്നതിനിടെയാണ് പുരൺകുമാറിനെതിരെ ആരോപണവുമായി ASI സന്ദീപ് ഇന്നലെ ആത്മഹത്യ ചെയ്തത്. ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്ന് ജാതി അധിക്ഷേപം നേരിട്ടെന്ന് ആരോപിച്ചായിരുന്നു പുരൺകുമാറിന്റെ ആത്മഹത്യ. എന്നാൽ സന്ദീപ് പറയുന്നത് പുരൺകുമാർ തികഞ്ഞൊരു അഴിമതിക്കാരനാണെന്നും സത്യം പുറത്തുവരുന്ന ഭയത്തിലാണ് ആത്മഹത്യ ചെയ്തതെന്നും ആത്മഹത്യാക്കുറിപ്പ് എഴുതിയ ശേഷമാണ് ASI സന്ദീപ് ആത്മഹത്യ ചെയ്തത്. ഒക്ടോബർ 7-നാണ് സ്വന്തം വീട്ടിൽ സർവീസ് റിവോൾവർ ഉപയോഗിച്ച് വെടിയുതിർത്ത് പുരൺകുമാർ ജീവനൊടുക്കിയത്. ഇതിനു പിന്നാലെയാണ് IPS തലപ്പത്തെ പടലപ്പിണക്കത്തെക്കുറിച്ചും ഗ്രൂപ്പുകളെക്കുറിച്ചുമുള്ള വിവരങ്ങൾ പുറത്തുവന്നത്. സേനയ്ക്ക് തന്നെ ഇത് നാണക്കേടായി. മേലുദ്യോഗസ്ഥരുടെ പീഡനവും ജാതി വിവേചനവും തുറന്നു പറഞ്ഞ് 8 ഓഫീസർമാർക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച് കുറിപ്പെഴുതിയ ശേഷമായിരുന്നു പുരൺകുമാറിന്റെ ആത്മഹത്യ. ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശിക്കുന്ന DGPയെ നിർബന്ധിത അവധിയിൽ പ്രവേശിപ്പിച്ചു. ആരോപണ വിധേയനായ SPയെ സ്ഥലം മാറ്റി. ശക്തമായ നടപടി സ്വീകരിച്ച ശേഷം മാത്രമാണ് കുടുംബം മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ സമ്മതിച്ചത്. IAS ഉദ്യോഗസ്ഥയാണ് പുരൺകുമാറിന്റെ ഭാര്യ. സംഭവത്തിൽ ഇപ്പോൾ വീണ്ടും വഴിത്തിരിവുണ്ടായിരിക്കുകയാണ്. പുരൺകുമാറിന്റെ ആത്മഹത്യ അന്വേഷിക്കുന്ന സംഘത്തിലെ ഉദ്യോഗസ്ഥന്റെ ആത്മഹത്യയാണ് വീണ്ടും ദുരൂഹതയേറ്റുന്നത്. ഹരിയാന പോലീസിലെ ASI ആയിരുന്ന സന്ദീപ് ശർമ്മയാണ് ജീവനൊടുക്കിയത്. പുരൺകുമാറിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചാണ് സന്ദീപ് ശർമ്മയുടെ ആത്മഹത്യ. പുരൺകുമാറിനെതിരെയുള്ള ആരോപണങ്ങൾ വിശദീകരിക്കുന്ന ആത്മഹത്യാക്കുറിപ്പും വീഡിയോ സന്ദേശവും സന്ദീപിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പുരൺകുമാർ അഴിമതിക്കാരനായ ഉദ്യോഗസ്ഥനാണെന്നും വനിതാ ഉദ്യോഗസ്ഥരെ ലൈംഗികമായി ഉപദ്രവിക്കാറുണ്ടെന്നും അടക്കമുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് സന്ദീപിന്റെ ആത്മഹത്യാക്കുറിപ്പിലുള്ളത്. ഇതെല്ലാം പുറത്തുവരുമെന്ന ഭയത്തിലാണ് IG ആത്മഹത്യ ചെയ്തതെന്നും സന്ദീപ് മരിക്കുന്നതിനു മുൻപ് തയ്യാറാക്കിയ വീഡിയോയിൽ പറയുന്നു. ഉന്നത ഉദ്യോഗസ്ഥരടക്കം ആരോപണമുനയിലുള്ള പുരൺകുമാറിന്റെ ആത്മഹത്യയിൽ വിശദ അന്വേഷണത്തിലേക്ക് കടക്കാനാണ് ഹരിയാന പോലീസിന്റെ തീരുമാനം. പ്രതിപക്ഷ പ്രതിഷേധവും ശക്തമാകുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.